ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഷോപ്പിൻ്റെ പേര് ഡൂഡൂസ് ബൂട്ട്സ് ആൻഡ് ബാഗ്സ് എന്നാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ആദ്യമേ പറയാം. പത്തനംതിട്ട ജില്ലയിൽ അടൂര് നെല്ലിമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നെല്ലിമുകൾ താഴേക്കൊരു റോഡുണ്ട്. നെല്ലിമുകൾ ജംഗ്ഷനിൽ തന്നെ താഴേക്കൊരു റോഡുണ്ട്. ആ റോഡിലാണ് ഞങ്ങളുടെ കട നിൽക്കുന്നത്. അവിടെ ഫേമസ് ആയിട്ടുള്ള, അവിടുത്തുകാർക്കൊക്കെ അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കട ടെക്സ്റ്റൈൽസാണ് ബൈജു ടെക്സ്റ്റൈൽസ്. അതിന് തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ കട സ്ഥിതി ചെയ്യുന്നത്. ഒരു 3 കടമുറിയുള്ള ഒരു കെട്ടിടത്തിൽ ഒരു കടയാണ് ഞങ്ങളുടേത്. തറയിൽ കടയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ കടയിൽ കയറിയാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട ഐറ്റംസൊക്കെ കടയിലുണ്ട്. ഫുഡ് ഐറ്റംസ് ഒന്നും പ്രത്യേകിച്ചില്ല. ഫുഡ് ഐറ്റംസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബേക്കറി പുറകെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. എന്തായാലും ജ്യൂസും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞത്, മെയിനായിട്ട് ഇവിടെ വരുന്നത് ചെരുപ്പാണ്. ചെരുപ്പുണ്ട്, ബാഗുകളുണ്ട്. ഇപ്പോഴത്തെ എല്ലാ മോഡൽ സ്കൂൾ ബാഗുകളും ഹാൻഡ് ബാഗ്സും എല്ലാം ഉണ്ട്. ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഒക്കെ പറ്റിയ ബാഗുകളുണ്ട്. ഏത് ടൈപ്പ് ചെരുപ്പ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചെരുപ്പും ബാഗും മാത്രമല്ല, ബൂട്ട്സ് ആൻഡ് ബാഗ്സ് എന്നാണെങ്കിലും ചെരുപ്പും ബാഗും മാത്രമല്ല അവിടെ ഉള്ളത്. ലേഡീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ലേഡീസ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ പൊട്ട്, കമ്മൽ, ചീപ്പ്, നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസും, ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫൗണ്ടേഷൻ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. കസ്റ്റമേഴ്സ് ഓരോ ആവശ്യങ്ങൾ വന്ന് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. അങ്ങനെയാണ് ഇത്രയും പ്രോഡക്റ്റ്സ് കടയിൽ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ അഫോർഡബിൾ പ്രൈസാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വളരെയധികം വില കുറച്ചാണ് ഞങ്ങൾ MRP നിന്ന് തന്നെ നല്ലോണം, MRP ഉള്ള പ്രോഡക്റ്റ്സിന് MRP നിന്ന് തന്നെ നല്ല വില കുറച്ചിട്ടാണ് തരുന്നത്. പിന്നെ ഇവിടെ തേങ്ങയുണ്ട്. എന്നും തേങ്ങ ഉണ്ടാവും കേട്ടോ. കോക്കനട്ട് സ്ഥിരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. തേങ്ങ ഞങ്ങൾ മറ്റ് കടകളിൽ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ചാണ് തേങ്ങ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ തൂക്കി തരുന്നതാണ്. അപ്പോഴത്തെ വിലയിലും കുറച്ചാണ് തേങ്ങ കൊടുക്കുന്നത്. ലാഭത്തെക്കാളും ഞങ്ങൾ പ്രോഫിറ്റിനെക്കാട്ടിലും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസിനും കസ്റ്റമറിൻ്റെ ഹാപ്പിനെസ്സിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റിന് അത്രയും ഇപ്പോൾ എയിം കൊടുക്കാത്തത്. പിന്നെ മറ്റുള്ള കടകളിൽ ഒരുപാട് പേര് പറയാറുണ്ട് അടൂരൊക്കെ ചെന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പറയാം. അടൂർ പോയി വാങ്ങിച്ചാൽ പോരെ. അവിടെയുള്ള കൂടുതൽ ആൾക്കാരും അടൂരിലേക്കാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ കടയിൽ 250 മുതൽ ക്രോക്സിൻ്റെയൊക്കെ ചെരുപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടൂർ തിരക്ക് സെയിം ചെരുപ്പ് തന്നെ അവിടെ തിരക്കുമ്പോൾ 600-650 രൂപയാണ് അവർ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പ്രൈസിന് ഡിഫറൻസ് ഉണ്ടെന്ന്. ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും അല്ല അവിടെ കൊടുക്കുന്നത്, ലോക്കൽ ചപ്പൽസാണ്. അപ്പോൾ അതിനും ഇത്രയും പ്രൈസാണ് അവിടെ മേടിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അത്രയും സ്റ്റാഫുകളുണ്ട്. പിന്നെ കടയുടെ റെൻറ്റ് വളരെ വലിയ റെൻറ്റാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ റെൻറ്റും വലുതാണ്. അത്രയും സ്റ്റാഫ്സ് ആകുമ്പോൾ അവർക്ക് അഫോർഡബിൾ ആവണമെങ്കിൽ ആ ഒരു പ്രൈസ് വെക്കണം. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടും ഞങ്ങളുടെ കടയിൽ റേറ്റ് വളരെ കുറവാണ്. അപ്പം ഞങ്ങൾക്ക് അത്രയും സ്റ്റാഫുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കടയുടെ റെൻറ്റും ഭയങ്കരമല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രൈസിൽ മേടിച്ചതിൽ നിന്ന് കുറച്ച് തുക മാത്രം കൂട്ടിയാണ് ഞങ്ങൾ വാങ്ങുന്നത്. കാരണം ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കും വലിയ വലിയ കടകളിലാണ് റേറ്റ് കുറവെന്ന്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. ചെറിയ കടകളിലായിരിക്കും റേറ്റ് കുറവായിട്ട് വരുന്നത്. കാരണം അവർക്ക് അത്രയും റെൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെൻറ്റും സ്റ്റാഫും ഒക്കെ കൂട്ടുമ്പോൾ അതനുസരിച്ചാണ് അവർ ഈച്ച് പ്രോഡക്റ്റിലും പൈസ ഈടാക്കുന്നത്. അപ്പോൾ MRP ഇല്ലാത്ത സാധനങ്ങൾക്കൊക്കെ അങ്ങനെയാണ് അവർ റേറ്റ് ഈടാക്കുന്നത്. അപ്പോൾ അത്രയും പ്രൈസ് വരും. അപ്പോൾ ശരിക്കും ഒരു ഹ്യൂജ് ഡിഫറൻസാണ് അടൂർ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും അവിടെ പോയി വാങ്ങിക്കാം എന്നുള്ളൊരു ചിന്ത പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ
എന്തുകൊണ്ടും പ്രൈസ് ഇവിടെ കുറവാണ്. പിന്നെ എളുപ്പം സാധനം കിട്ടും. എത്രത്തോളം സ്പീഡിൽ ആൾക്കാരിലേക്ക് സാധനങ്ങൾ എത്തിക്കാം, എത്രത്തോളം സ്പീഡിൽ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കാം, അവരുടെ ഈ ഒരു ബിസി ലൈഫിൻ്റെ ഇടയിൽ നമ്മൾ എത്രത്തോളം സമയം ലാഭിക്കാമെന്നാണ് നോക്കുന്നത്. എത്രത്തോളം എളുപ്പത്തിൽ ആൾക്കാർക്ക് സാധനങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രധാനം. പിന്നെ ക്ലീനിങ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ചൂല്, മോപ്പ്, വിവിധ തരം ടൈപ്പിലുള്ള മോപ്പുകളുണ്ട്. എല്ലാ ടൈപ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അഫോർഡബിൾ പ്രൈസിലാണ്. പല പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. പുല്ല് ചൂലുണ്ട്, പ്ലാസ്റ്റിക് ചൂലുണ്ട്, അങ്ങനെ പല ടൈപ്പ്, ഈർക്കിലി ചൂലുണ്ട്, അങ്ങനെ പല ടൈപ്പ് ചൂലുകൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂലുകൾക്കൊന്നും വേറെ കടകളിൽ പോകണ്ട. അപ്പോൾ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ പല സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ പല പല കട തപ്പി ഇറങ്ങണ്ട. പിന്നെ ബുക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട്, സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് ബുക്കുകൾ പല കമ്പനിയുടെ ഉണ്ട്, ക്ലാസ്മേറ്റിൻ്റെ ഉണ്ട്, പല പല ടൈപ്പ് കമ്പനിയുടെ ഉണ്ട്. പല പല പ്രൈസിലും ക്വാളിറ്റിയിലും ഉള്ള ബുക്സ് ഉണ്ട്. 1 ലൈൻ ഉണ്ട്, സിംഗിൾ ലൈൻ മാത്രമല്ല, എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇരട്ടവരിയുണ്ട്, വരയില്ലാത്തതുണ്ട്, എല്ലാ ടൈപ്പും. മാത്സ് ബുക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രോയിങ് ബുക്സ് വരുന്നുണ്ട്. പിന്നെ ചില ഈ എന്നൊക്കെയുള്ള ആൽഫബറ്റ്സിൻ്റെ ഇപ്പം ABCD ആൽഫബറ്റ്സിൻ്റെയൊക്കെ ടെക്സ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ പേന എല്ലാ ടൈപ്പും ഉണ്ട്. ജെല്ലുണ്ട്, ലെക്സിയുടെ ഉണ്ട്, പിന്നെ സെല്ലോ ഗ്രിപ്പറുണ്ട്, സെല്ലോ പിൻ പോയിൻ്റ് ഉണ്ട്, പല ടൈപ്പുണ്ട്. അതും പല പല റേറ്റിലുള്ള 4 രൂപയുടെ 5 രൂപയുടെ ഒക്കെ പേനയുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. 10 രൂപയുടെ പേനയുണ്ട്. പിന്നെ ജെല്ലൊക്കെ ഉണ്ട്. ഒരുപാട് റേറ്റിലുള്ള പേനകളൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ 10 റുപ്പീസിലൊക്കെ വരുന്ന പേനകളാണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത്. ഏറ്റവും ആണുങ്ങൾക്കുള്ള ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ, പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല. പിന്നെ ബ്ലേഡുണ്ട്, ലൈറ്റർ, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഞങ്ങളുടെ കടയിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഗെയിംസിനുള്ള സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ഗെയിംസിന് വേണ്ടിയിട്ട്, അതായത് ചെസ് ബോർഡെന്ന് പറയുമ്പോൾ അത് സാധാ ഒരു ചെസ് ബോർഡല്ല. അതൊരു വളരെ അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്. അതിൽ 13 ഗെയിംസ് കളിക്കാൻ പറ്റുന്ന ഒരു ചെസ് ബോർഡാണ്. പല പല ടൈപ്പ്. ഒരു പാക്ക് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കളികൾ കളിക്കാൻ പറ്റും. പിന്നെ കാർഡ്സ് ഉണ്ട്, ചീട്ടുണ്ട്. പിന്നെ ക്യാരംസ് പൗഡറുണ്ട്. കണ്ണടകൾ വരുന്നുണ്ട്. പല ടൈപ്സ് കണ്ണടകളാണുള്ളത്. പല റേറ്റിലുള്ളതുണ്ട്. വലിയവർക്ക് വെക്കാൻ പറ്റിയ കണ്ണടകളുണ്ട്, ചെറിയ പിള്ളേർക്ക് വെക്കാനുള്ള കണ്ണടകളുണ്ട്. കണ്ണടയെന്ന് പറയുമ്പോൾ പവർ ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെയുള്ളത് നമ്മൾ കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണ നമുക്ക് ഫാൻസി ഐറ്റമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണടകളാണ്. സൺഗ്ലാസ് പോലെയൊക്കെ വരുന്ന കണ്ണടകളാണുള്ളത്. പിന്നെ പല ടൈപ്പ്, പല കമ്പനിയുടെ അംബ്രല്ലാസ് വരുന്നുണ്ട്. ഒരുപാട് അംബ്രല്ലാസ് വരുന്നുണ്ട്. കാലം കുടയുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള കുടയുണ്ട്. നമുക്ക് 3 ഫോൾഡ് 5 ഫോൾഡ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റിയിലുള്ള പോപ്പിയുടെ കുട വരുന്നുണ്ട്. സാധാരണ കമ്പനികളുടെ ഉണ്ട്. പിന്നെ ജോൺസൺസിൻ്റെ കുട വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുടയൊന്നും മേടിക്കാൻ വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. അതുമൊക്കെ നിങ്ങൾക്കൊരു അഫോർഡബിൾ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ തരുന്നത്. MRP ഇല്ലാത്ത സാധനത്തിന് കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിൽ തരാൻ പറ്റും ഞങ്ങൾക്ക്. പിന്നെ മഴക്കാലമല്ലേ, മഴക്കാലം ആകുമ്പോൾ എന്തായാലും കുടയും റെയിൻകോട്ടും മസ്റ്റാണല്ലേ. അപ്പോൾ റെയിൻകോട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ വളരെ വില കുറഞ്ഞ റെയിൻകോട്ടൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് കീറിയും പോകുന്നുണ്ട്. 50 രൂപയുടെ 100 രൂപയുടെ ഒക്കെ റെയിൻകോട്ടുകൾ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ആ ടൈപ്പ് റെയിൻകോട്ടും ഉണ്ട്, അതല്ലാതെ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള റെയിൻകോട്ടുണ്ട്. വളരെയധികം ഭംഗിയുള്ള റെയിൻകോട്ടുകളാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലാണുള്ളത്. അതായത് ഒരു പെർട്ടിക്കുലർ സൈസിൽ മാത്രമുള്ള റെയിൻകോട്ട് അല്ല ഉള്ളത്. വലിയവർക്ക് ഇടാൻ പറ്റിയ റെയിൻകോട്ടുണ്ട്, ചെറിയ പിള്ളേർക്ക് ഇടാൻ പറ്റിയ റെയിൻകോട്ടുണ്ട്, ഇടത്തരക്കാർക്ക് ഒരു 9-10 വയസ്സുള്ള പിള്ളേർക്ക് ഇടാൻ പറ്റിയതും ഒക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് ഇടാനുള്ളതും. അങ്ങനെ പല ടൈപ്പ് റെയിൻകോട്ട് പല കളേഴ്സിലാണ് അവൈലബിൾ ആണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീ ചെയിൻസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കീ ചെയിൻസ് ഉണ്ട്. ഞാൻ ഡോളിൻ്റെയൊക്കെ കീ ചെയിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ കീ ചെയിൻസ് ഉണ്ടാകുന്നത് സ്റ്റാർട്ടിങ് റുപ്പീസ് വെറും 30 രൂപയുള്ളൂ കീ ചെയിനൊക്കെ. അത് ഇങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള കീ ചെയിൻസിനൊക്കെ 30 രൂപയാണ് സ്റ്റാർട്ടിങ്.
ബാക്കിയുള്ള കീ ചെയിൻസിനൊക്കെ 15 രൂപ മുതലുള്ള കീ ചെയിൻസ് ഉണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഞങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ പല സാധനങ്ങളും. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ളതും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പാത്രം കഴുകുന്ന സോപ്പുകൾ, പിന്നെ പാത്രം കഴുകുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ. ആ സ്ക്രബ്ബർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 15 രൂപയാണ് എല്ലാ കടകളിലും കൊടുക്കുന്നത്. എല്ലാ കടകളിലും 15 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഹോൾസെയിൽ കടയിൽ പോലും ചിലപ്പോൾ 13-12 രൂപയ്ക്ക് കൊടുക്കുമായിരിക്കും. എന്നാൽ പോലും 15 രൂപ ആണ് എൻ്റെ MRP വരുന്നത്. അത് വെറും 10 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വെറും 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ സ്പോഞ്ച്, പാത്രം കഴുകുന്ന സ്പോഞ്ചും ഒക്കെ റേറ്റ് കുറച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സാധാരണ കടകളിൽ ഒരു കടയിലും ഈ ഒരു റേറ്റിന് 15 രൂപ MRP ഉള്ള നിസ്സാര ലാഭം ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൽ നിന്ന് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരുപാട് സാധനങ്ങൾക്കൊക്കെ വാങ്ങിക്കുന്നവർക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ടും സ്ക്രബ്ബറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ കട തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ് നീഡ്. ഇനിയും നിങ്ങൾ വരണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചെരുപ്പൊക്കെ ആണെങ്കിലും പല റേറ്റ് വില, അതായത് ഒത്തിരി റേറ്റ് കുറവുള്ള ചെരുപ്പുമുണ്ട്, കൂടിയ ചെരുപ്പുകളും ഉണ്ട്, ഏത് സൈസിലും ഉണ്ട്. കുഞ്ഞു പിള്ളേർക്കുള്ളതുണ്ട്, അതായത് ന്യൂബോൺ ബേബീസിന് വരെയുള്ള ചെരുപ്പുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തുണിയുടെ ചെരുപ്പ് വരെ ഉണ്ട്. അപ്പം ഏത് പ്രായത്തിലുള്ള പിള്ളേർക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഉള്ള ചെരുപ്പുകളുണ്ട്. 10 സൈസ് വരെയാണ് ചെരുപ്പ് വരുന്നത്. ആളുകൾക്ക് വലിയ എന്തായാലും 10ന് കൂടുതലുള്ളവർ വളരെ റെയറായിരിക്കും. 10 സൈസ് വരെയുള്ള ചെരുപ്പുണ്ട്. റബ്ബർ ചെരുപ്പുണ്ട്, വീട്ടിലിടുന്ന ചെരുപ്പുകളുണ്ട്, പുറത്ത് കല്യാണത്തിന് പോകുന്ന ചെരുപ്പുകളുണ്ട്, ഡെയിലി യൂസിന് പറ്റിയതുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഷൂസ് ഉണ്ടെന്നുള്ളതാണ്. സ്കൂൾ ഷൂസ് ഉണ്ട്, അത് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പൂട്ടുള്ളതുണ്ട്, പൂട്ടില്ലാത്തതുണ്ട്. എല്ലാ ടൈപ്പ് ചെരുപ്പുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വേറെ കടയിലൊന്നും പോകേണ്ട കാര്യമില്ല. കടയിലേക്ക് നേരെ വരിക. എപ്പോഴും എല്ലാ ദിവസവും കടയുണ്ട് കേട്ടോ. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. സൺഡേ ടു സാറ്റർഡേ കടയുണ്ട്. അപ്പോൾ സൺഡേ ചിലപ്പോൾ രാവിലെ കുറച്ച് താമസിച്ചായിരിക്കും തുറക്കുന്നത്. ഒരു ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തുറക്കുന്നത്. പക്ഷെ സൺഡേയും കടയുണ്ട്. രാവിലെ ഡെയിലി മാസമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്, ചില സമയത്ത് മാസം കഴിഞ്ഞ് ഉടനെ തുറക്കാറുണ്ട്. എന്തായാലും എല്ലാ ദിവസവും കട ഓപ്പൺ ആയിരിക്കും. ആ ഒരു കാര്യത്തിൽ തർക്കമില്ല. എപ്പോൾ വേണമെങ്കിലും കടയിലേക്ക് വരാം. ആ വഴി പോകുന്ന ആൾക്കാർ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കടയിലേക്ക് കയറുക, വാങ്ങിക്കാം. അതുതന്നെ പേപ്പറുകൾ, A4 സൈസും ഒക്കെ പേപ്പേഴ്സ് ഉണ്ട്. വരയിട്ടതും വരയിടാത്തതും ടൈപ്പ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് വരിക. ബ്രൗൺ പേപ്പറുണ്ട്, സ്റ്റിക്കറുണ്ട്, ഒരു സ്കൂൾ തുറപ്പിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. അതുപോലെ ചോറ് പാത്രം, ടിഫിൻ ബോക്സ് എല്ലാം ഉണ്ട് കേട്ടോ. ടിഫിൻ ബോക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽസ്, പല കളേഴ്സിലുള്ള, വളരെ വിലക്കുറവിലാണ് തരുന്നത്. ക്വാളിറ്റിക്ക് ഒരു ഇതും കൊടുക്കുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള കുപ്പികളാണ്. മിൽട്ടൻ്റെയൊക്കെ വരെ കുപ്പികളുണ്ട് കേട്ടോ. ഫ്ലാസ്കുകളുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ മതി. കടയ്ക്ക് ഭയങ്കര വലിയ കടയൊന്നുമല്ല, പക്ഷേ സാധനങ്ങളെല്ലാം അതിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ വിവിധ തരം കളിപ്പാട്ടങ്ങളുണ്ട്. ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. ബസ്, ലോറി, JCB, കാറ് എല്ലാം ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ട്. ബാർബി ഡോൾസ് ഉണ്ട്, പാവകൾ, പെൺകുട്ടികൾക്ക് കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ, ആൺകുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കളക്ഷൻസ് ഇല്ല, എന്നാലും കുറച്ച് ഗോൾഡ് കവറിങ് ആഭരണങ്ങളുണ്ട്. മാല, കമ്മൽ, പാദസരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മോതിരമുണ്ട്. അപ്പോൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾക്കും കടയിൽ വരാവുന്നതാണ്. അതും ഡിഫറെൻറ്റ് റേറ്റ്സിലുള്ളതുണ്ട്. ഈ ഗോൾഡ് കവറിങ്ങിൻ്റെനൊക്കെ ഗ്യാരണ്ടി കാർഡ് ഉൾപ്പെടെയാണ് ഞങ്ങൾ തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൈക്കിൾസ് അവൈലബിൾ ആണ് കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുട്ടികൾക്ക് ചവിട്ടാൻ പറ്റുന്ന സൈക്കിൾസ്, ബൈക്ക് മോഡലിലുള്ള സൈക്കിൾസും അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി മറ്റ് കടകളെ അപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ്. സാധാരണക്കാരനും മേടിക്കാൻ പറ്റുന്ന വിധത്തിലാണ് സൈക്കിൾസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ അങ്ങോട്ട് വരിക.
അതിലൊരു വിമുഖതയും കാണിക്കില്ല. ആ വഴി നെല്ലിമുകൾ ഭാഗത്ത് പോകുന്ന അതുവഴി പോകുന്ന ആൾക്കാർ ആ കടയിൽ വന്നിട്ട് ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ് എടുത്ത് പറയുന്നത് ഞാൻ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഒരു തുടക്കക്കാരിയാണ് യൂട്യൂബിൽ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞാൻ ലേൺ വിത്ത് നതാലിയ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെങ്കിലും വേറെ പല കാര്യങ്ങൾ എന്നോട് കൂടെ എന്തും നിങ്ങൾക്ക് പഠിക്കാം. എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ചാനലല്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഏരിയ ആണ്. എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ, ഒരു കൊച്ചു ചാനലിലുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് എനിക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു ഇത് കൂടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് കാണുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഈ ഒരു ചാനലിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്ന ചാനലൊന്നും അല്ല. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാം, UGC നെറ്റിന് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ചാനലിലുണ്ട്. ഇനി പുറകെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ഇന്നും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ബിസിനസ്സാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. So everybody, please subscribe my YouTube channel.